ടോട്ടൽ വയബിൾ ബാക്ടീരിയയുടെ എണ്ണം കണക്കാക്കുന്ന പരിശോധനയിൽ സാമ്പിൾ ഡൈല്യൂഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH, വളർച്ചയുടെ ഘട്ടങ്ങളിൽ കൾച്ചർ മീഡിയയിൽ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് എന്നിവ ബാക്ടീരിയയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും അവയുടെ എണ്ണം കണക്കാക്കുന്നതിന്റെ കൃത്യതയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pHൽ വളരെ വ്യത്യാസം പ്രകടമാകുന്നതിനാൽ ഇതിന്റെ pH സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും മൈക്രോ ഓർഗാനിസത്തിന് വളരാനുള്ള കൾച്ചർ മീഡിയത്തിലും മറ്റുമുള്ള ആസിഡ് അല്ലെങ്കിൽ ബേസിന്റെ പെട്ടെന്നുള്ളതും പ്രതികൂലവുമായ മാറ്റം തടഞ്ഞ് പരിശോധനാ ഘട്ടത്തിലുടനീളം ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ pHന്റെ സ്ഥിരത നിലനിർത്തുവാനും ബഫർ സൊല്യൂഷൻ ഉപയോഗിക്കുന്നു. ബഫറിന് ചെറിയ അളവിലുള്ള ആസിഡ് അല്ലെങ്കിൽ ബേസിനെ നിർവീര്യമാക്കാൻ കഴിയും. ടോട്ടൽ പ്ലേറ്റ് കൗണ്ടിൽ എയ്റോബിക് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഓപ്റ്റിമം pH ആയ 7.2 നിലനിർത്താൻ ഫോസ്ഫേറ്റ് ബഫർ സൊല്യൂഷൻ സഹായിക്കുന്നു. ഫോസ്ഫേറ്റ് ബഫർ നിർമ്മിക്കുന്നതിനായി പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഓർത്തോഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നു. ഇതിനായി 34 ഗ്രാം പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഓർത്തോഫോസ്ഫേറ്റ് വെയിറ്റ് ചെയ്ത് 500 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ നന്നായി ലയിപ്പിക്കുന്നു. അതിനുശേഷം pH മീറ്റർ ഉപയോഗിച്ച് ലായനിയുടെ pH പരിശോധിച്ച് ആസിഡ് pH അതായത് pH 7ൽ താഴെയാണ് എങ്കിൽ ആവശ്യത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്തോ, ബേസിക് pH അതായത് pH 7ൽ കൂടുതൽ ആണ് എങ്കിൽ ആവശ്യത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തോ pH 7.2 ആക്കി മാറ്റിയതിന് ശേഷം വീണ്ടും 500 ml ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്ത് 1000 ml ആക്കി മാറ്റുന്നു. വീണ്ടും pH പരിശോധിച്ച് 7.2 ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇത് സ്റ്റോക്ക് ബഫർ ആയി മൈക്രോബയോളജി ലാബുകളിൽ സൂക്ഷിക്കുന്നു. TPCക്ക് ആവശ്യമായ സാമ്പിളിന്റെ സീരിയൽ ഡൈല്യൂഷന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ബഫർ നിർമ്മിക്കുന്നതിനായി 1.25 ml സ്റ്റോക്ക് ബഫർ പിപ്പറ്റ് ചെയ്ത് അതിലേക്ക് 1000 ml ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഈ വർക്കിംഗ് ബഫറിൽ നിന്നും 90 ml ഒരു കോണിക്കൽ ഫ്ലാസ്കിലും 9 ml വീതം ടെസ്റ്റ് ട്യൂബുകളിലും എടുത്ത് കോട്ടൺ ഉപയോഗിച്ച് നന്നായി സീൽ ചെയ്ത ശേഷം ഓട്ടോക്ലേവ് ചെയ്ത് സീരിയൽ ഡൈല്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു.